വെൽക്കം ടു ക്രേസി വെജ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ എളുപ്പത്തിലൊരു മിക്സറാണ്. സാധാരണ നമ്മളിത് ബേക്കറിയിൽ നിന്നാണ് വാങ്ങുക അല്ലേ. ഇപ്രാവശ്യം ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. ഇതൊരു 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് മാത്രം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനൊരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. അതുകൊണ്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അരിപ്പൊടി സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന അരിപ്പൊടി ആയാലും മതി. പിന്നെ നിലക്കടല, കപ്പലണ്ടി, പച്ച കപ്പലണ്ടിയാണ്, അതും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പൊട്ടുകടല അല്ലെങ്കിൽ കടലപ്പരിപ്പ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ആയാലും മതി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. അതൊരു 1/4 മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ കായപ്പൊടി ഉപയോഗിക്കാം. പിന്നെ കറിവേപ്പില വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മിക്സറിന് വേണ്ടിയിട്ടുള്ള സേവ് തയ്യാറാക്കി എടുക്കാം. സേവ് തയ്യാറാക്കാനായിട്ട് നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം പൊടി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇടിയപ്പം പൊടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്ന അരിപ്പൊടി ആയാലും മതി, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതുണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ എരിവൊന്നും അത്രയും അറിയില്ല. ഇനി അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കായപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുക്കുന്ന കായമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതി. ഇനി ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ആ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പം അതിനൊരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് അതൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കാറുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താണ് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത്. ഇവിടെ അങ്ങനെ പ്രഷർ കൊടുക്കണ്ട, പക്ഷേ വെള്ളം ഒഴിച്ച് അതേ രീതിയിൽ കൂടിപ്പോവരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ആ സേവിലേക്ക് എണ്ണ ഒത്തിരി പിടിക്കും, അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ രീതിയിൽ കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇവിടെ കുഴച്ച് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് സേവ് തയ്യാറാക്കാം. സേവ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇടിയപ്പം മേക്കറാണ് എടുക്കുന്നത്. ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സെയിം അച്ച് തന്നെ, ഈ ഒരു ചെറിയ അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സേവ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. മീഡിയം ഫ്ലെയിമിൽ മാറ്റിയിട്ട് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കാം. 1 റൗണ്ട് മാത്രമേ ചുറ്റിക്കാവുള്ളൂ. അത് നിറയുന്ന വരെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കരുത്. 1 റൗണ്ട് മാത്രം ചുറ്റിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് മുരിഞ്ഞു വരും. അത് തിരിച്ചിട്ടിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വാങ്ങിയെടുക്കാം. ഇത് വാങ്ങിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു നല്ല സ്റ്റിഫായിട്ടിരിക്കില്ല. അത് ഇരുന്നിട്ടാണ് നല്ല ബ്രൗൺ കളറായി വരുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാം ആ മാവ് മുഴുവനും ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇങ്ങനെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബൂന്തി തയ്യാറാക്കാം. മിക്സറിലേക്ക് ചേർക്കാനുള്ള ബൂന്തി തയ്യാറാക്കാനായിട്ട് അതേ സാധനങ്ങൾ തന്നെ, ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവും, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, ഒരു നുള്ള് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ, അത്രയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് ദോശമാവിനൊക്കെ എടുക്കുന്ന ആ രീതിയിൽ, നമ്മൾ ദോശ ചൂടാനൊക്കെ എടുക്കുന്ന പോലെയുള്ള ഒരു മാവ് തയ്യാറാക്കി എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഒത്തിരി വെള്ളം കൂടി പോകരുത്. ഈ ഒരു രീതിയിൽ ഇത് ഞാനൊരു തയ്യാറാക്കി 2 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും അതൊന്നുകൂടെ ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒത്തിരി കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് ഡൈല്യൂട്ടാക്കി എടുക്കാം.
ഈ രീതിയിൽ. എന്നിട്ട് എണ്ണ ചൂടായതേ എണ്ണയിലേക്ക് തന്നെ ഒരു കണ്ണുപ്പ് പിടിച്ചിട്ട് അതിൻ്റെ തുളയിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീണിട്ട് നല്ലപോലെ മുരിഞ്ഞ് നല്ല ബൂന്തി തയ്യാറായി കിട്ടും. അപ്പോൾ ഇത് മുഴുവൻ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ ഇളക്കി കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകും. ഇനി ഇത് കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ബൂന്തിയെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നിലക്കടലയും പൊട്ടുകടലയൊക്കെ വറുത്തെടുക്കാം. നിലക്കടല പച്ചക്കപ്പലിൻ്റെ ആയിരുന്നു. പച്ചക്കപ്പലിൻ്റെ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റോളം എടുക്കും. ഇതിങ്ങനെ ഇട്ടേക്കരുത്, നമ്മളിന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് അവർ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അതുപോലെ മാത്രമല്ല എൻ്റെ സ്കിൻ അതിൽ നിന്ന് ഇങ്ങനെ വേർപെട്ട് വരും. അപ്പോഴാണ് കറക്റ്റായിട്ട് നിലക്കടല ഫ്രൈ ആയി കിട്ടുക. അത് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ പൊട്ടുകടലയും ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ 2-3 മിനിറ്റ് നിർത്താതെ മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുക. പൊട്ടുകടലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് വെളുത്തുള്ളി. ഒത്തിരി മൂത്ത് വരണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ വാങ്ങി വയ്ക്കാം. ഈ രീതിയിൽ. ഇനി അവസാനം നമുക്ക് കറിവേപ്പില കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വറ്റൽമുളക് വറുത്ത് കോരിയിടാം. അതുപോലെ ചിപ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അതൊക്കെ ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ. പിന്നെ അളവ്, നിലക്കടലയുടെയൊക്കെ അളവ് കൂടുതൽ കടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ചേർക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേവ് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ രീതിയിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ കട്ടി കുറഞ്ഞതാണ്, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഈ പൊടിച്ചതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും പൊട്ടുകടലയും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് കറിവേപ്പിലയൊക്കെ ആയിട്ട് ഇപ്പം ആകെ നല്ലൊരു മണമാണ്. എന്നിട്ട് നമ്മൾ ഈ പാത്രം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബൂന്തി ഇട്ടിട്ടില്ല, ബൂന്തിയും കൂടെ ഇട്ട് കൊടുക്കാം. ബൂന്തി അവസാനം ഇടുന്നതെന്ന് വെച്ചാൽ അത് വളരെ തിന്നായിട്ടുള്ള, ഭയങ്കര സോഫ്റ്റാണ് ബൂന്തി. അപ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ് അതിട്ടിട്ട് നമ്മൾ ഒരുപാട് മിക്സ് ചെയ്യുന്നില്ല. ഇനി അവസാനം അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും ഒരു നുള്ളുപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുളക് പൊടി ഇടുന്ന ആ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതിട്ടിട്ട് അതൊന്നും കൂടെ ഇതും നമ്മൾ ഒന്ന് ഇത് പാത്രം തന്നെ വെച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്താലും മതി. എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന മിക്സറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്